എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഒരു സോ ഓണറിനെയും ആളുടെ അസിസ്റ്റന്റിനെയും മകനെയും കാണിക്കുകയാണ്. അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ മകനോട് ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ. നീ ഇത്രയും കാലവും ഇതിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഇതിന് അല്പം കൂടെ മുൻപ് കിട്ടുമായിരുന്നെങ്കിൽ ഇവിടെ വന്നിരുന്ന VIP ഗസ്റ്റുകൾക്ക് കൊടുത്ത് എനിക്ക് ഒരുപാട് ക്യാഷ് സമ്പാദിക്കാനായിട്ട് കഴിയുമായിരുന്നു. നീയാണ് അതിനെല്ലാം കാരണക്കാരെന്ന് പറയും. ഉടനെ ആ പയ്യനാണെങ്കിൽ അവന്റെ അമ്മയോട് റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് ദയവ് ചെയ്ത് അതിനെ വിൽക്കരുത്. അതെന്റെ പെറ്റാണ്, അതൊരു പാവം പരുന്താണ്. അതിനെന്നെയും ഒരുപാട് ഇഷ്ടമാണ്. അമ്മ പെറ്റ്സിനോടുള്ള സമീപനം അത് ചേഞ്ച് ചെയ്യണമെന്ന് പറയും. അതിനവള് പഴയ ചില കാര്യങ്ങൾ പറയാണ്. നിനക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ കാട്ടിൽ ഒറ്റയ്ക്കായി പോയതാണ്. എന്നെ തേടി ആള് പോലും ഇവിടേക്ക് വന്നില്ല. തണുപ്പിലും കൊടും ചൂടിലും കാറ്റിലും മഴയിലും ഞാനിവിടെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്തു. മരണത്തിന്റെ തൊട്ടു വക്കിലെത്തിയപ്പോഴാണ് റയർ സ്പീഷീസ് ആനിമലിനെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഞാൻ അതിനെ ഉപയോഗിച്ച് ഈ നിലയിലെത്തി. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് അസറ്റ്. അതിലൂടെ എനിക്ക് ഒരുപാട് പണം, പ്രശസ്തി, ഫെയിം അതെല്ലാം തന്നെ വന്നു ചേർന്നു എന്ന് പറയും. ഉടനെ ആ പയ്യനാണെങ്കിൽ ആ പെറ്റിനെ കുറിച്ച് ചോദിക്കും. എൻ്റെ ചോദ്യം കേട്ട് പൊട്ടിച്ചിരിച്ച് ആ ലേഡി ആണെങ്കിൽ അവളുടെ ജാക്കറ്റിൽ തലോടുകയാണ്. അതിന് ഞാൻ എന്നും എൻ്റെ കൂടെ തന്നെ നിർത്തിയെന്ന് പറയും. അത് കേട്ട് ആ പയ്യനാണെങ്കിൽ ഞെട്ടുകയാണ്. കാരണം ആ ഒരു ജീവിയെ കൊന്ന് അതിനെ ഉപയോഗിച്ച് അവൾ ജാക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴായിരിക്കും സാസുകയും അപ്പാപ്പനും കടന്നു വരിക. അവനാണെങ്കിൽ സാസുകയെ സൂക്ഷിച്ചു നോക്കും. സാസുകയുടെ തോളില് പരുന്തിരിക്കുകയാണ്. ബൊറൂട്ടോയ്ക്ക് ഒരുപാട് സന്തോഷം. അവരുടെ മിഷൻ അത് അവർ സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അവർ ആ പരുന്തുമായിട്ട് ഇപ്പൊ വീടിന്റെ അകത്തേക്ക് വരികയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ പരുന്തിനെ കാണുമ്പോൾ ആ പയ്യനെയും അവന്റെ പെറ്റിനെയും ഓർമ്മ വരും. ബൊറൂട്ടോയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് സാസുകയാണെങ്കിൽ കാര്യം അന്വേഷിക്കും. അവൻ ഒന്നൊന്നായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ സാസുകയോട് പറയാണ്. അതിന് സാസുക ബൊറൂട്ടോട് പറയും, ചില കുട്ടികൾ അങ്ങനെയാണ്. അവർക്ക് തീർച്ചയായിട്ടും പാരൻസിന്റെ പാത്ത് അത് സ്വീകരിക്കേണ്ടതായിട്ട് വരും. അവർക്ക് മറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. സാസുക, ഇത് നിങ്ങൾ തന്നെയാണോ പറയണേ? എല്ലാവരും എന്നെ എൻ്റെ അച്ഛനെ പോലെ ആവാൻ പറഞ്ഞ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ പാത്ത് അത് കണ്ടെത്തി അതിൽ നിന്നെല്ലാം പുറത്തു വന്നു. എൻ്റെ ആഗ്രഹം മാസ്റ്റർ സാസുക നിങ്ങളെപ്പോലായി മാറുക എന്നതാണ്. സാറുടെ ഹൊക്കാഗെ ആവണം. ഇപ്പം നിങ്ങൾ നറൂട്ടോ ഹൊക്കാഗയ്ക്ക് എങ്ങനെ, എൻ്റെ പപ്പ ഹൊക്കാഗയ്ക്ക് എങ്ങനെ ഒരു സപ്പോർട്ടായിട്ടിരിക്കുന്നോ അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എനിക്ക് സാറുടെക്ക് ഒരു സപ്പോർട്ടായിട്ടിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അത് കേട്ട് സാസുകയാണെങ്കിൽ അല്പനേരം സംസാരിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ബൊറൂട്ടോട് പറയും, അത് തിരിച്ചറിയേണ്ടത് ആ പയ്യനാണ്. ഇതിൽ യാതൊന്നും ചെയ്യാനില്ല. സോ നാളെ രാവിലെ തന്നെ നമുക്ക് ഇവിടുന്ന് തിരികെ പോകണമെന്ന് പറയും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ ആ പയ്യനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോ ആ പയ്യനെ കാണിക്കും. അവന്റെ അമ്മയാണെങ്കിൽ അവനെ റൂമിലിട്ട് അങ്ങനെ ലോക്ക് ചെയ്യാണ്. അവനാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും. അതിനവന്റെ അമ്മ പറയും, ഇന്ന് നിന്റെ ആ വൈറ്റ് പരുന്തിനെ ഒരു നല്ല കസ്റ്റമറിന് ഞാൻ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അവരതിനെ പൊരിച്ചു തിന്നാതിരിക്കില്ല എന്ന് പറഞ്ഞ് അവളങ്ങനെ പൊട്ടിച്ചിരിക്കും. അത് കേട്ട് അവൻ ഒരുപാട് വിഷമം. അവനാണെങ്കിൽ നിർത്താതെ അവന്റെ അമ്മയോട് കെഞ്ചുകയാണ്. പക്ഷെ അവര് അത് മൈൻഡ് പോലും ചെയ്യില്ല. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബൊറൂട്ടോ എഴുതി കൊടുത്ത ആ ലെറ്റേഴ്സ് ഒക്കെ വായിക്കുകയാണ്. അതിനുശേഷം ജനലിലൂടെ താഴേക്ക് ഇറങ്ങി രക്ഷപ്പെട്ട് ആ പരുന്തിന്റെ അടുത്തേക്ക് വരും. അതേസമയം ഇവിടെയാണെങ്കിൽ ബൊറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും ഇപ്പൊ തിരികെ ഗ്രാമത്തിലേക്ക് പോവാണ്. ബൊറൂട്ടോ ആണെങ്കിൽ വീണ്ടും വീണ്ടും സാസുകയോട് റിക്വസ്റ്റ് ചെയ്യും, മാസ്റ്റർ ഒരൊറ്റ തവണ എനിക്ക് ആ പയ്യനെ ഒന്ന് കാണണം. സാസുകയാണെങ്കിൽ തീർത്തു പറയും, ഇത് നമ്മുടെ മിഷൻ അല്ല. ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ തന്നെ അനുവദിക്കില്ല. വേറെ വഴിയില്ലാതെ അവരെങ്ങനെ നടന്നു വരുമ്പോഴായിരിക്കും അവരുടെ ഓപ്പോസിറ്റ് ഇപ്പൊ മറ്റൊരാൾ അവിടേക്ക് എത്തുക. ആളാണെങ്കിൽ ആ സൂവിനെ കുറിച്ച് ചോദിക്കും, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വരെ നടന്നു വരികയാണ്. എനിക്ക് ആ സൂവിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം. അവിടെ ഒരു വൈറ്റ് പരുന്തിനെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞു. അതിനെ വാങ്ങാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവിടുന്ന് ഉഷാറായിട്ട് ഓടും. അവന്റെ തൊട്ടു പിന്നാലെ ബൊറൂട്ടോയുടെ പേര് വിളിച്ച് ഇപ്പൊ സാസുകയും അവനെ ഫോളോ ചെയ്ത് പോവാണ്. കട്ട് ചെയ്ത ആ ഓണർ ലേഡി അവളാണെങ്കിൽ ആ പരുന്തിനെ എടുക്കാനായിട്ട് കൂടിന്റെ അടുത്തേക്ക് വരും. അവിടെയാണെങ്കിൽ പരുന്തില്ല. അവള് പല്ല് കടിച്ച് ദേഷ്യപ്പെട്ട് അവളുടെ മകന്റെ പേര് വിളിക്കും. എനിക്ക് ഉറപ്പുണ്ട് ഇത് ചെയ്തത് അവൻ തന്നെയാണ്. അവൻ അതുമായിട്ട് രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ക്ഷണവേഗത്തിൽ അവന്റെ മുൻപിലേക്ക് വരും. അമ്മയും സെക്യൂരിറ്റിയെയും ആ ചെന്നായെയും കണ്ട് പേടിച്ച ആ പയ്യനാണെങ്കിൽ വീണ്ടും അവിടുന്ന് ഉഷാറായിട്ട് ഓടും. ആ ലേഡി ആണെങ്കിൽ ഇപ്പൊ ചെന്നായെ അവനെ പിടിക്കാനായിട്ട് അയക്കുകയാണ്. അവന്റെ കാല് മാത്രം തകർത്തില്ലാതാക്കണം. അവന്റെ ജീവന് യാതൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറയും. അതിനാ ചെന്നായ അങ്ങനെ നല്ല സ്പീഡിൽ ഓടി അവന്റെ ക്ലോസ് എത്തേണ്ട താമസം ബൊറൂട്ടോ അങ്ങനെ ചാടി വന്ന് അതിനെ ഇടിച്ചു വീഴ്ത്തുകയാണ്. പക്ഷെ ചെന്നായാണെങ്കിൽ വീണ്ടും വീണ്ടും ബൊറൂട്ടോയ്ക്ക് നേരെ വരും. അത് കണ്ട സാസുക ജിപ്സ് ഉപയോഗിച്ച് ഈസി ആയിട്ട് അതിനങ്ങനെ ലോക്ക് ചെയ്യാണ്.
ഉടനെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ആ ലേഡിയും അവളുടെ അസിസ്റ്റന്റും വരികയാണ്. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണല്ലേ മകന്റെ മൈൻഡ് അത് ചേഞ്ച് ചെയ്തത്. ഒരു കാരണവശാലും ആ പരുന്തുമായിട്ട് ഇവിടെ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു പോയാൽ മോഷണ കുറ്റം ചുമത്തി നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറയും. അതിന് സാസുക അവനാണെങ്കിൽ ഉടനെ അവന്റെ കയ്യിലുള്ള പരുന്തിനെ എടുത്ത് കാണിക്കും. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങൾ എന്ത് എക്സ്ചേഞ്ചിനും തയ്യാറാണ്. ആ ലേഡി ആണെങ്കിൽ അതിന് ഓക്കെ പറഞ്ഞ് ഇപ്പൊ സാസുകയുടെ കയ്യിൽ നിന്നും ആ ഒരു പരുന്തിനെ വാങ്ങും. അവളാണെങ്കിൽ അതിനെ കണ്ട് പൊട്ടിച്ചിരിക്കും. സാസുക, സത്യത്തിൽ ഞാൻ കരുതിയതിനെ കഴിഞ്ഞും വളരെ വലിയ മണ്ടനാണ് നീ എനിക്ക് തന്ന കഴുകന്റെ വില അത് നീ ഇപ്പൊ രക്ഷിച്ച കഴുകനെ കഴിഞ്ഞും 10 മടങ്ങാണ്. ഞാനിതിൽ ഹാപ്പിയാണെന്ന് പറഞ്ഞ് അവൾ അവളുടെ മകനെ നോക്കുകയാണ്. ഇനി ഒരു കാരണവശാലും നിന്നെ എനിക്ക് കാണാൻ പാടില്ല, നീ ഇവിടം വിട്ട് പോകണം. കേട്ട് അവനും സാഡായിട്ട് അങ്ങനെ നിൽക്കും. ഇവരാണെങ്കിൽ ഹാപ്പിയായി ആ ഒരു പരുന്തുപോയി അകത്തേക്ക് വരും. അല്പസമയം കഴിഞ്ഞ് സെക്യൂരിറ്റി ആണെങ്കിൽ ആ പരുന്തിനെ ലേഡിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ പരുന്താണെങ്കിൽ അൺകോൺഷ്യസ് ആയി ഛർദ്ദിച്ച് കൂട്ടിൽ അങ്ങനെ കിടക്കുന്നു. ലേഡി ആണെങ്കിൽ ടെൻഷനായി ഇപ്പൊ അതിനെ പുറത്തെടുത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അതേസമയം ഇവിടെ ആ പയ്യൻ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ഇത്രയും കാലവും ജീവിച്ചത് എൻ്റെ അമ്മയുടെ കൂടെയാണ്. പുറത്തെങ്ങനെ ജീവിക്കണം, എങ്ങനെ സർവൈവ് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കുഴപ്പമില്ല, രക്ഷിക്കാൻ കഴിഞ്ഞതിൽ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. പക്ഷേ നിങ്ങളുടെ പരുന്തിനെ അതിനെ നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു അല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് സാസുകയാണെങ്കിൽ അടുത്ത നിമിഷം അങ്ങനെ സ്റ്റോപ്പായി ഒരു ഗെഞ്ചിപ്സ് ഉപയോഗിക്കുകയാണ്. അവൻ ആ ഗെഞ്ചിപ്സ് ഉപയോഗിക്കേണ്ട താമസം ഇവിടെ ആ പരുന്ത് അങ്ങനെ തൽക്ഷണം അതിന്റെ ചിറകിട്ടടിച്ച് അവിടുന്ന് പറന്ന് പുറത്തേക്ക് വരികയാണ്. ലേഡിയും അവിടെ ഉണ്ടായിരുന്നവരും അത്ഭുതത്തോടു കൂടെ അത് നോക്കും. അടുത്ത നിമിഷം ആ സൂവിലെ സെക്യൂരിറ്റി സിസ്റ്റം അതങ്ങനെ അവേക്കൻ ആവുകയാണ്. അവിടേക്കും ഇവിടേക്കും ഒക്കെ ഒരുപാട് അമ്പുകൾ അങ്ങനെ തെറിക്കാനായിട്ട് തുടങ്ങും. സുഖ അവന്റെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ആ പരുന്തിനെ കൺട്രോൾ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ ലേഡി അതിന്റെ പിന്നാലെ ഓടിയെത്തും. അതേസമയം ഇവിടെ സാസുക അവൻ ഹാപ്പിയായി ആ പരുന്തിനെ നിയന്ത്രിക്കുമ്പോഴായിരിക്കും ആ സോൾജിയർ ഇപ്പൊ അവന്റെ മുൻപിലേക്ക് വരിക. എനിക്കറിയാം നീയാണ് ഇതിനെല്ലാം പിന്നിലെന്ന്. നീ ആ പരുന്തിനെ അവിടുന്ന് രക്ഷപ്പെടുത്തിയല്ലേന്ന് ആ സോൾജിയർ ചോദിക്കും. അവനത് ചോദിക്കേണ്ട അടുത്ത നിമിഷം പരുന്ത് അങ്ങനെ പറന്ന് സാസുകയുടെ തോളിൽ വന്നിരിക്കുകയാണ്. സാസുകയാണെങ്കിൽ അതിനെ കണ്ട് ചിരിക്കും. ഞാൻ ഓൾറെഡി എന്റെ പരുന്തിനെ നിങ്ങൾക്ക് തന്നതാണ്, നിങ്ങൾ അതിനെ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് നഷ്ടമായി ഇപ്പൊ തിരികെ എന്റെ അടുത്തേക്ക് തന്നെ എത്തിയത്. ഇതിൽ എനിക്ക് യാതൊന്നും ചെയ്യാനില്ല എന്ന് സാസുക തീർത്തു പറയും. അടുത്ത നിമിഷം ലേഡി ആണെങ്കിൽ അവിടേക്ക് ഓടി വന്ന് ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു അല്ലേ, ഒരു കാരണവശാലും എന്റെ പരുന്തിനെ ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ബഹളം വെക്കും. സാസുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവരുമായിട്ട് കോട്ടയ്ക്ക് നടന്ന് നീങ്ങുകയാണ്. അപ്പോഴായിരിക്കും ആ സെക്യൂരിറ്റി യഥാർത്ഥത്തിൽ സാസുക ആരാണെന്ന് തിരിച്ചറിയുക. ആ ലേഡി ആണെങ്കിൽ സെക്യൂരിറ്റിയോട് സാസുകയെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. അതിൽ സെക്യൂരിറ്റി പറയും, അയ്യോ ഇല്ല, നിങ്ങൾ വിചാരിക്കും പോലെ സാസുക ഒരു നിസ്സാരക്കാരനായ ആളല്ല. നമുക്കൊരിക്കലും ആളുമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവില്ല. ആളുമായിട്ട് ഫൈറ്റ് ചെയ്താൽ നമ്മുടെ ജീവൻ പോലും അപകടത്തിലാവും. ഇപ്പൊ സമയം കഴിഞ്ഞ് നമ്മുടെ ആൾക്കാർ ഇപ്പൊ ആ പയ്യനെ ആ ഗ്രാൻഡ് പേയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ആൾ സന്തോഷത്തോടു കൂടെ ആ പയ്യനെ ഏറ്റുവാങ്ങും. സാസുക ബൊറൂട്ടോട് പറയും, നീ എത്രയും വേഗം ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോണം, എനിക്ക് മറ്റൊരാളെ കൂടെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കടന്നു പോകും. ബൊറൂട്ടോ ആണെങ്കിൽ വിളിച്ചു ചോദിക്കും, നിങ്ങൾ ആരന്വേഷിച്ചാണ് ഇപ്പൊ പോകുന്നത്? ടാക്കുറയ്ക്കും സാറുടയ്ക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അതിന് സാസുക പറയും, കാറ ടീമിലെ കോടെന്ന് പേരുള്ള ഒരുത്തിനെ അന്വേഷിച്ചാണ് ഞാൻ പോകുന്നത്. സാറുടയോടും സാക്കുറയോടും ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അവർക്ക് എന്നെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ അവൻ തണ്ടർ ട്രെയിനിൽ കയറി അവന്റെ സീറ്റിലിരിക്കും. അപ്പോഴാണെങ്കിൽ ഓപ്പോസിറ്റ് കുറച്ച് സ്റ്റോൺ ഷിനോബികളെയും മിസ്റ്റ് ഷിനോബികളെയും ഒക്കെ കാണിക്കുകയാണ്. അതിലൊരു സ്റ്റോൺ ഷിനോബി ആണെങ്കിൽ ബൊറൂട്ടോയ്ക്ക് അവന്റെ വിൻഡോ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ട്രെയിൻ ആണെങ്കിൽ പതിയെ മുൻപോട്ടേക്ക് മൂവ് ചെയ്യാണ്. ലാസ്റ്റ് മിനിറ്റിൽ ആരോ ഒരാൾ ട്രെയിനിലേക്ക് ഓടിക്കയറും. ട്രെയിൻ മൂവ് ചെയ്ത് അതിന്റെ സ്പീഡ് അങ്ങനെ കൂടി മുൻപോട്ടേക്ക് പോകും. ബൊറൂട്ടോയും ട്രെയിനിലുള്ളവരും എല്ലാവരും പതിയെ ഉറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ബൊറൂട്ടോ കണ്ണു തുറക്കും. കണ്ണു തുറന്ന് അവൻ ഞെട്ടി എഴുന്നേക്കുകയാണ്. അവനിപ്പോ ഏതോ ഒരു സ്ഥലത്ത് ഒരു ബെഡിൽ കിടക്കുകയാണ്. അവന്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നവരെല്ലാവരും അവിടെ തന്നെയുണ്ട്. എന്താ പറ്റിയേ, ഞാനിപ്പോ എവിടെയാന്നൊക്കെ ചോദിച്ച് ബൊറൂട്ടോ ടെൻഷൻ ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.